അപ്പോൾ ഇനിയിപ്പോൾ കാസർഗോഡേക്ക് പോയ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കണ്ടതാണ് ഈ കുമ്പളയിലെ ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഈ ആരിക്കാടിയിൽ ടോൾ പിരിവിനെതിരെ ആക്ഷൻ കമ്മിറ്റിയുടെ രണ്ടാം ഘട്ട സമരത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. രണ്ടാം ഘട്ട സമരത്തിന്റെ ഭാഗമായി ഇന്ന് കലക്ട്രേറ്റ് പരിസരത്ത് ജനപ്രതിനിധികളുടെ പ്രതിഷേധ സംഗമം നടക്കും. ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകാനായി കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. ഷഫീഖ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വലിയ പ്രതിഷേധം അവിടെ അരങ്ങേറിയതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ എന്താണ് ഈ ആക്ഷൻ കമ്മിറ്റിയും ഒക്കെ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്? ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണോ? അമൃത, കാസർഗോഡ് കലക്ട്രേറ്റിലാണ് ഇന്ന് ജനപ്രതിനിധികളുടെ സമരസംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേരത്തെ ടോൾ ബൂത്തിന് സമീപം നടത്തിയിരുന്ന സത്യാഗ്രഹ സമരത്തിന്റെ പന്തൽ ഉൾപ്പെടെ പോലീസ് പൊളിച്ചു മാറ്റിയിരുന്നു. അവിടെ നോട്ടീസ് നൽകി AK മഷ്റഫ് ഉൾപ്പെടെയുള്ള ആക്ഷൻ കമ്മിറ്റിയുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ആക്ഷൻ കമ്മിറ്റി യോഗം ചേർന്നാണ് ഇന്ന് ജനപ്രതിനിധികളുടെ സമരസംഗമം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കലക്ട്രേറ്റ് പരിസരത്താണ് അത്തരത്തിൽ സമരസംഗമം സംഘടിപ്പിക്കുന്നത്. കാസർഗോഡ് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള അതിൻ്റെ പരിധിയിൽ വരുന്ന ജനപ്രതിനിധികളാകെയും ഇന്നത്തെ സമരത്തിൽ പങ്കെടുക്കും എന്ന് ആക്ഷൻ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. ജില്ലയിലെ മുഴുവൻ MLA-മാരും MP-യും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കാസർഗോഡ് നഗരസഭയിലെ കൗൺസിലർമാർ എന്നുൾപ്പെടെയുള്ള ആളുകളാണ് ഇന്ന് സമരത്തിൽ പങ്കെടുക്കുന്നത്. മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും BJP ഒഴികെയുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ആക്ഷൻ കമ്മിറ്റിക്കുണ്ട്. അതുകൊണ്ട് തന്നെ BJP-യുടെ ജനപ്രതിനിധികൾ ഒഴികെയുള്ള മറ്റു മുഴുവൻ ജനപ്രതിനിധികളും ഇന്നത്തെ സമരത്തിൽ ഭാഗഭാക്കാവും എന്നാണ് ആക്ഷൻ കമ്മിറ്റി നേതാക്കൾ സൂചിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ വലിയ സമരം ഇതിൽ ഉണ്ടായിരുന്നു. അതിൽ കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് മംഗളൂരു കാസർഗോഡ് ദേശീയപാത 1-ാം റീച്ച് പ്രവർത്തനം പൂർണ്ണമായും പൂർത്തിയായതിനു പിന്നാലെയാണ് 22 തലപ്പാടിയിൽ നിലവിൽ തന്നെ ഒരു ടോൾ ബൂത്ത് ഉണ്ട്. ആ ടോൾ ബൂത്തിൽ നിന്ന് 22 കിലോമീറ്റർ മാത്രം മാറി ആരിക്കാടിയിൽ ഒരു ടോൾ ബൂത്ത് സ്ഥാപിച്ചത്. ആരിക്കാടിയിലുള്ള ടോൾ ബൂത്തിൽ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ യൂസർ ഫീ ഈടാക്കുന്നത് ആരംഭിച്ചിരുന്നു. അന്ന് മുതലാണ് അതിശക്തമായ സമരം ആ ഭാഗത്ത് അരങ്ങേറുന്നത്. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരമുണ്ടായത്. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AK മഷ്റഫിന്റെ സത്യാഗ്രഹ സമരം മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. അതിനെ തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവി നോട്ടീസ് നൽകിയത്. അറസ്റ്റ് ചെയ്ത് നീക്കി. അതോടൊപ്പം തന്നെ അവിടെ സമരം നടത്താനാവില്ല എന്ന് പോലീസ് നോട്ടീസ് നൽകി. അവിടെ ഉണ്ടായിരുന്ന സമരപന്തൽ പൊളിച്ചു മാറ്റി. അതിനെ തുടർന്നാണ് ഇപ്പോൾ കലക്ട്രേറ്റ് പരിസരത്തേക്ക് സമരം മാറ്റിയത്. ഇന്ന് ജനപ്രതിനിധികളുടെ സമരസംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. കാസർഗോഡ് മഞ്ചേശ്വരം ബ്ലോക്ക് പരിധിയിലുള്ള ജനങ്ങൾക്കാണ് ഈ ടോൾ ബൂത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവപ്പെടുന്നത്. കാസർഗോഡ് ജില്ലയിലുള്ള കാസർഗോഡ് നഗരവും മുതൽ തലപ്പാടി വരെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് മംഗളൂരുവിനെ ആശ്രയിക്കുന്നത്. കുട്ടികൾ പഠിക്കാനും അതോടൊപ്പം തന്നെ ചികിത്സക്കുമൊക്കെ നിരന്തരമായി മംഗളൂരുവിലേക്ക് പോവേണ്ടി വരും. ഇപ്പോൾ സാധാരണ തലപ്പാടിയിലുള്ള ടോൾ ബൂത്ത് കടന്നു വേണം മംഗളൂരുവിലെത്താൻ. അതിനിടയ്ക്കാണ് ഇപ്പോൾ ആരിക്കാടിയിൽ മറ്റൊരു ടോൾ ബൂത്ത് കൂടി സ്ഥാപിച്ചിരിക്കുന്നത്. ആരിക്കാടിയിലുള്ള ടോൾ ബൂത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന തലപ്പാടിയിലെ ടോൾ ബൂത്തിൽ കൊടുക്കുന്ന യൂസർ ഫീയേക്കാൾ കൂടുതൽ യൂസർ ഫീയാണ് കൊടുക്കേണ്ടിയിരുന്നത്. ഇതാണ് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളത്. ദേശീയപാത അതോറിറ്റിയുടെ ടോൾ ബൂത്തുകൾക്കിടയിലുള്ള ദൂരപരിധി എന്ന് പറയുന്നത് 60 കിലോമീറ്റർ എന്ന് വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ ഇവിടെ പാലിച്ചിട്ടില്ല എന്ന് ആക്ഷൻ കമ്മിറ്റി പറയുന്നുണ്ട്. 60 കിലോമീറ്റർ കഴിഞ്ഞ് മറ്റൊരു ടോൾ ബൂത്താണ് സ്ഥാപിക്കേണ്ടിരുന്നത്. അത് 2ാമത്തെ റീച്ചിലായിരുന്നു. അവിടെ പണി പൂർത്തിയായില്ല എന്ന കാരണം പറഞ്ഞാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആരിക്കാടിയിൽ 1ാമത്തെ റീച്ച് പണി പൂർത്തിയായ ആരിക്കാടിയിൽ നേരത്തെ ഉണ്ടായിരുന്ന ടോൾ ബൂത്തിൽ നിന്ന് 22 കിലോമീറ്റർ മാത്രം മാറി ഒരു പുതിയ ടോൾ ബൂത്ത് സ്ഥാപിച്ചത്. അത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുന്നു. ഇന്ന് ജനപ്രതിനിധികളുടെ കാസർഗോഡ് ആരംഭിക്കുകയാണ്. കാരണം ടോൾ പിരിവിൽ വലിയ പ്രതിഷേധമാണ് അന്ന് ഉയർന്നത്. അത് തുടരാൻ തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം.